നമസ്കാരം. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം അതുപോലെ ഈ കഴിഞ്ഞ ദിവസമാണ് മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമ ഞാൻ കണ്ടത്. 27-ാം തീയതി ഞാൻ കണ്ടത് ബാംഗ്ലൂരിലെ ഒരു മാളിലുള്ള PVRലാണ് കണ്ടത്. രാത്രി ലേറ്റ് നൈറ്റുള്ള ഷോയ്ക്കാണ് കണ്ടത്. ഞങ്ങൾ കാണുമ്പോൾ ഏകദേശം ഒരു 15 പേരേ ഉള്ളൂ മൊത്തത്തിൽ കാണാൻ. 10 മണിക്കുള്ള ഷോയാണ്, എന്നാലും 15 പേരേ ഉള്ളൂ മൊത്തം സിനിമ കാണാനുണ്ടായിരുന്നത്. ഇതൊരു മോഹൻലാൽ സിനിമയാണെന്ന് ഓർക്കണം. ഞാൻ സാധാരണയായി റിലീസ് ദിവസം സിനിമ കാണാറില്ല. അതിനൊരു കാരണമുണ്ട്. റിലീസ് ദിവസം നമ്മൾ പോയാൽ സിനിമ ശരിക്കും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. ഈ ഫാൻകാരും മറ്റുള്ള കുട്ടികളെല്ലാം കൂടെ ബഹളമായിരിക്കും. നല്ല ഡയലോഗ് വരുമ്പോഴും മോഹൻലാൽ എൻട്രി സീനുകളും എല്ലാം ഭയങ്കര ബഹളമായിരിക്കും. നമുക്കൊന്നും ശരിക്കും സിനിമ കാണാനൊന്നും പറ്റില്ല. അത് നമ്മുടെ സിനിമ ആസ്വാദനത്തെ വല്ലാണ്ട് ബാധിക്കും. അതുകൊണ്ട് ഞാൻ റിലീസ് ദിവസം പോകാറില്ല. ഇതിപ്പോൾ ഞാൻ 3 ദിവസം കഴിഞ്ഞാണ് സിനിമ കാണുന്നത്. 25-ന് റിലീസായി, 27-ാം തീയതിയാണ് ഞാൻ കാണുന്നത്. ഇപ്പോഴും ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഞാൻ പറഞ്ഞില്ല. ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം. എന്തിനാണ് ഈ സിനിമയെ ചിലരൊക്കെ ഡീഗ്രേഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അത്ര ബോർ സിനിമയൊന്നും അല്ല. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം. ഇതൊരു ലിജോ ജോസ് പെല്ലിശ്ശേരി സിനിമ എന്ന രീതിയിൽ കാണണം എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ അപാര പെർഫോമൻസാണ് മോഹൻലാലിൻ്റെ. കൂടാതെ മേക്കിങ്ങിൽ വളരെ മികവ് പുലർത്തിയിട്ടുണ്ട്. ഇതുപോലൊരു സിനിമ എപ്പോഴും സംഭവിക്കണമെന്നില്ല. ചിലർ പറയുന്നത് ലാഗ്, മ്യൂസിക് ശരിയില്ല. പക്ഷെ എനിക്കതൊന്നും ഫീൽ ചെയ്തില്ല. കാരണം എൻ്റെ അഭിപ്രായത്തിൽ സാങ്കേതികമായും മറ്റ് എല്ലാ രീതിയിലും മികച്ച ഒരു സിനിമയാണ് മലൈക്കോട്ടെ വാലിബൻ. നമ്മൾ ഒരു കാര്യം ഓർക്കണം. മറ്റുള്ളവർ പറയുന്നത് അല്ലെ മറ്റുള്ളവരുടെ അഭിപ്രായം നോക്കിയിട്ട് നമ്മൾ സിനിമ കാണാൻ പോകുന്ന ഒരു രീതി ഒരുപക്ഷെ ശരിയല്ല എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഞങ്ങൾ തന്നെ ഒരു 6 പേരാണ് സിനിമ കാണാൻ പോയത്. അതിൽ പകുതി ആൾക്കാർക്ക് സിനിമ ഇഷ്ടപ്പെട്ടു, പകുതി ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അവർ പറയുന്നത് മോഹൻലാൽ സിനിമ കാണാൻ പോകുന്ന രീതിയിലാണ് അവർ വന്നേക്കുന്നത്. അപ്പോൾ അതിനൊത്ത് വന്നിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഒരു പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ ഇറങ്ങിയ മോഹൻലാൽ സിനിമകളുടെ ഒരു ശൈലി പിന്തുടർന്നില്ല എന്നതാവാം ഇതിനെ പറ്റി പോരായ്മയായിട്ട് പറയുന്നത്. പിന്നെ ചില ഭാഗങ്ങളൊക്കെ അത്ര നന്നായിരുന്നു എന്ന് എനിക്കും അഭിപ്രായമില്ല. പക്ഷേ ഓവറോൾ സിനിമ ഒരു നല്ല സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം കുറച്ച് നാളുകളായി മലയാളത്തിൽ ഇറങ്ങിക്കൊണ്ടിരുന്ന സിനിമകളെ അപേക്ഷിച്ച് ഒരുപാട് വ്യത്യസ്തത കൊണ്ടുവരാൻ ലിജോ ജോസിന് കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ പോർച്ചുഗീസുമായിട്ടുള്ള യുദ്ധങ്ങളും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ അത്ര മികച്ചതായിരുന്നു. മികച്ചതിന് ഉപരി ആ സീനുകൾക്ക് ചേരുന്നതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്ത അഭിപ്രായം എനിക്കുമുണ്ട്. പക്ഷേ ഓരോ നമ്മളൊരു സിനിമയെ വിലയിരുത്തേണ്ടത് അതിൻ്റെ ഒരു സീനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള ഒരു പെർഫോമൻസോ വെച്ചിട്ടാവരുത്. ഓവറോൾ സിനിമയുടെ നിലവാരമാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ നമ്മളൊരു മോഹൻലാൽ മാസ് സിനിമ എന്ന രീതിയിൽ കാണാൻ പോയതായിരിക്കാം ഒരുപക്ഷെ ഈ സിനിമയ്ക്ക് പറ്റിയ പരാജയം. ഇത് പക്ഷേ അവരാരും അങ്ങനെ അവകാശപ്പെട്ടിട്ടില്ല. അവർ പറഞ്ഞ ഒരു അമർ ചിത്രകഥ കാണുന്ന രീതിയിലായിരിക്കും സിനിമ എന്നൊക്കെയാണ്. പക്ഷേ നമ്മുടെ പ്രേക്ഷകർ ഓവറായിട്ട് ഒരുപക്ഷെ അതിനെ പ്രതീക്ഷ പുലർത്തി ആ രീതിയിൽ പോയി കണ്ടു. ഞാൻ 2-3-ാമത്തെ ദിവസം പോയതുകൊണ്ട് ഞാൻ മറ്റ് അഭിപ്രായങ്ങളൊക്കെ കേട്ട് പോയത് കൊണ്ടാവാം എനിക്ക് നന്നായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ 2ാം ഭാഗത്തിന് വേണ്ടി വെയിറ്റിങ്ങിലാണ്. 2ാം ഭാഗം വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, താങ്ക് യു.